നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും എവിടെയാണ്? അന്ന് ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയിട്ടുള്ള മറ്റുള്ള അവശേഷിക്കുന്ന ബന്ദികൾ ജീവിക്കുന്നത്? അവരിൽ പലരും ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുകയാണ്. കുറച്ചുപേരെയൊക്കെ തന്നെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എത്തിച്ചിരുന്നു. എന്നാലും ഇപ്പോഴും പകുതിയോളം ബന്ദികൾ അവരുടെ കയ്യിലാണ്. അവരിൽ എത്ര പേർ ജീവനോടെയുണ്ട്, അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടെ ഇസ്രായേലിൽ അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളൊക്കെ തന്നെ ഇസ്രായേൽ സർക്കാരിനെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇസ്രായേൽ ഭരണകൂടത്തിനെ ആ ബന്ദികളെ, മറ്റുള്ള അവശേഷിക്കുന്ന ബന്ദികളെ ഹമാസിന്റെ കയ്യിൽ നിന്ന് ഇതുവരെയായിട്ടും തിരികെ സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഒക്ടോബർ 7 ആക്രമണം നടന്നത്. അന്ന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിനെ തുടർന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീവ്രവാദി സംഘടനയ്ക്കെതിരെ ശക്തമായ രോഷം ഉയരുകയാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഹമാസ് അന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള പല ബന്ദികളുടെയും വീഡിയോ, ഇത്തരത്തിൽ അവർ ജീവന് വേണ്ടി കഴിയുന്നതും അല്ലെങ്കിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ടുള്ള വീഡിയോയും, വളരെ അവശരായിട്ട് എല്ലും തോലുമായിട്ടുള്ള ശരീരമായിട്ട് അവരവിടെ തുരങ്കത്തിനുള്ളിൽ ജീവിക്കുന്ന വീഡിയോ ഒക്കെ തന്നെ പലപ്പോഴും ഹമാസ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാനായിട്ട് പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു ബന്ദിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 24-കാരനായ എവ്യാത്ത ഡേവിഡിന്റെ വീഡിയോയാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. ഒരു മൺവെട്ടി പോലുള്ള ആയുധം ഉപയോഗിച്ച് ഒരു തുരങ്കത്തിനുള്ളിൽ കുഴി ഒരുക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നിറയെ തുരങ്കങ്ങളാണ് ഗാസയുടെ ഭൂമിക്കടിയിലുള്ളത് എന്നറിയാം. പക്ഷേ ആ തുരങ്കങ്ങളൊക്കെ തന്നെ എവിടെയാണ് ഈ ബന്ദികൾ, ആ തുരങ്കത്തിനുള്ളിൽ ഏത് ഭാഗത്താണ് എന്നുള്ളതൊന്നും തന്നെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ബന്ദി കുഴി എടുക്കുന്ന ഒരു കുറച്ച് വസ്ത്രം മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. വളരെ എല്ലും തോലായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു ബന്ദി ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ വളരെ ഊർജ്ജസ്വലനായിട്ട് വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇന്ന് വളരെ പരിതാപകരമായിട്ട് കാണുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നുമെങ്കിലും അവരുടെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. മരിക്കുമ്പോൾ തന്നെ അടക്കാനുള്ള കുഴി ഒരുക്കുകയാണെന്നാണ് ഡേവിഡ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓരോ ദിവസവും ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നും താൻ സ്വന്തം ശവക്കുഴിയിലേക്ക് നടക്കുകയാണ്. എന്നെ സംസ്കരിക്കാൻ പോകുന്ന ശവക്കുഴി അവിടെയാണ് എന്നുമാണ് ഹീബ്രു ഭാഷയിൽ യുവാവ് പറയുന്നത്. ഹമാസിന്റെ പ്രചാരണത്തിന് വേണ്ടി തങ്ങളുടെ മകനെ പട്ടിണിയിലാക്കി വീഡിയോ എടുത്തത് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ പ്രവൃത്തിയാണെന്നും ഡേവിഡിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡേവിഡിന്റെ കുടുംബവുമായി സംസാരിച്ചു. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ നിരന്തരമായി തുടരുകയാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. മറ്റൊരു ബന്ദിയുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്രസ്വാസ്കി എന്ന യുവാവിന്റെ മോചനം ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോയായിരുന്നു അത്. വീഡിയോയിൽ ഇയാളുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും കാണാം. അതിനിടെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഹമാസ് പുതിയൊരു വ്യവസ്ഥ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ബന്ദികൾക്ക് സഹായം നൽകാൻ റെഡ് ക്രോസ് സംഘടനയെ അനുവദിക്കാൻ തയ്യാറാണെന്നും സംഘടന വ്യക്തമാക്കി. കഴിഞ്ഞ 700 ദിവസത്തിലധികമായി ഹമാസ് തടവിൽ കഴിയുകയാണ് ബന്ദികൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു റെഡ് ക്രോസ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ദികൾക്ക് അടിയന്തരമായി ചികിത്സയും ഭക്ഷണവും എത്തിക്കാൻ സംഘടന ഇടപെടണമെന്നാണ് ആവശ്യം. 2 ബന്ദികളെ കാണിക്കുന്ന 3 വീഡിയോകൾ ഹമാസും സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേലിൽ വൻതോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ബന്ദികളിൽ 49 പേരാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ പുറത്തിറക്കിയ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തതാകാമെന്നാണ് സൂചന. ഈ വർഷം ജനുവരി 19 മുതൽ മാർച്ച് 17 വരെ 1800 പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി 33 ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഇവരിൽ 8 പേർ മരിച്ചിരുന്നു. മൺവെട്ടി പോലുള്ള ആയുധം ഉപയോഗിച്ച് ഒരു തുരങ്കത്തിനുള്ളിൽ കുഴിയൊരുക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മരിക്കുമ്പോൾ തന്നെ അടക്കാനുള്ള കുഴി ഒരുക്കുകയാണെന്ന് ഡേവിഡ് വീഡിയോയിൽ പറയുന്നു. ഓരോ ദിവസവും ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ എന്റെ ശവക്കുഴിയിലേക്ക് നടക്കുകയാണ്. എന്നെ സംസ്കരിക്കാൻ പോകുന്ന ശവക്കുഴി അവിടെയാണ്. ഹീബ്രു ഭാഷയിലാണ് യുവാവ് ഇത് പറയുന്നത്. ഹമാസിന്റെ പ്രചാരണത്തിന് വേണ്ടി തങ്ങളുടെ മകനെ പട്ടിണിയിലാക്കി വീഡിയോ എടുത്തത് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ പ്രവൃത്തിയാണെന്നും ഡേവിഡിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡേവിഡിന്റെ കുടുംബവുമായി സംസാരിച്ചു. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ നിരന്തരമായി തുടരുകയാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. മറ്റൊരു ബന്ദിയുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്രസ്വാസ്കി എന്ന യുവാവിന്റെ മോചനം ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന്
നിർത്തണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോയായിരുന്നു അത്. വീഡിയോയിൽ ഇയാളുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും കാണാം. ഗാസയിലെ രൂക്ഷമാകുന്ന ഭക്ഷ്യപ്രതിസന്ധിയെക്കുറിച്ചുള്ള അറബി ഭാഷയിലുള്ള ടെലിവിഷൻ റിപ്പോർട്ടുകൾ അദ്ദേഹം കാണുന്നതായും ദൃശ്യങ്ങളുണ്ട്. വാർത്താ ഏജൻസിയായ AFPയും ഇസ്രായേലി മാധ്യമങ്ങളും ഇയാളെ ജെറുസലേമിൽ നിന്നുള്ള ഇരട്ട പൗരത്വമുള്ള ബ്രെസ്ലാവ്സ്കിയുമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒക്ടോബറിലെ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ഒന്നായ നോവ സംഗീതോത്സവത്തിൽ സുരക്ഷാ ഏജന്റായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ ബ്രെസ്ലാവ്സ്കിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസ്താവന അവർ ആവർത്തിക്കുകയായിരുന്നു. ഇത് വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തതാകാമെന്നാണ് സൂചന. ഏപ്രിൽ 16 ബ്രെസ്ലാവ്സ്കിയുടെ മറ്റൊരു വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിനിടെ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത ഒട്ടേറെ പേരെ രക്ഷിക്കാൻ ബ്രെസ്ലാവ്സ്കി സഹായിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കനുസരിച്ച് 2023 ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിലും 251 പേരെയാണ് ബന്ദികളാക്കിയത്. ഇവരിൽ 49 പേർ ഇപ്പോഴും ഗാസയിൽ തടവിലുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ 27 പേർ മരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചത്. ഈ വർഷം ജനുവരി 19 മുതൽ മാർച്ച് 17 വരെയാണ് 1800 പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി 33 ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഇവരിൽ 8 പേർ മരിച്ചവരായിരുന്നു. ലോകസമ്മർദ്ദത്തിനിടയിലും ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇസ്രായേൽ സഹായം തേടിയെത്തിയ 56 പേരുൾപ്പെടെ 92 പേർ കൂടി കൊല്ലപ്പെട്ടു. കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ പട്ടിണി മരണം അധികരിക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകി. യുദ്ധമുടൻ നിർത്തണമെന്ന് ഇസ്രായേലിലെ മുൻ സുരക്ഷാ സൈനിക ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഭക്ഷണം നിഷേധിച്ചും ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവരെ വെടിവെച്ചു കൊന്നും കൊടും ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ. ഞായറാഴ്ച പകൽ ഭക്ഷണം കാത്തുനിന്ന 56 പേരെയാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത്. വിവിധ ആക്രമണങ്ങളിലായി 36 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഒരു കുഞ്ഞടക്കം 7 പേർ കൂടി പട്ടിണി കിടന്ന് മരിച്ചു. ഇതോടെ പട്ടിണിക്കൊലയിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 175 ഗാസയിലെ കുട്ടികൾ സഞ്ചരിക്കുന്ന മൃതദേഹങ്ങളാണെന്നാണ് UN അഭയാർത്ഥി ഏജൻസി അധ്യക്ഷൻ ഫിലിപ്പ് ലസാറിനി അഭിപ്രായപ്പെട്ടത്. ഗാസയിൽ 5-1 കുഞ്ഞും കൊടുംപട്ടിണിയിലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഗാസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഉപരോധത്തിന്റെ ഇരകളിൽ തങ്ങളുടെ പൗരന്മാരുണ്ടെന്നും ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട ബന്ദിയുടെ വീഡിയോ ടെലാവീവിന്റെ ഉറക്കം കെടുത്തുകയാണ്. തുരങ്കത്തിനുള്ളിൽ സ്വന്തം ശവക്കുഴി ഒരുക്കുന്ന എവ്യാത്ത ഡേവിഡ് എന്ന ബന്ദിയുടെ ദൃശ്യം നടക്കുന്നതാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ബന്ദികൾക്ക് ഉടൻ സഹായം എത്തിക്കാൻ ഇടപെടണമെന്ന് നെതന്യാഹു അന്താരാഷ്ട്ര റെഡ് ക്രോസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ബന്ദികളെ പട്ടിണിക്കിടുക ലക്ഷ്യമല്ലെന്നും ലഭ്യമായത് അവർക്ക് കൈമാറുന്നുണ്ടെന്നും ഹമാസ് പറഞ്ഞു. ദിശാബോധമില്ലാത്ത ഫലശൂന്യമായ യുദ്ധം ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് 100ഓളം മുൻ ഇസ്രായേൽ പ്രതിരോധ സൈനിക ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നു. അതിനിടെ ഇസ്രായേൽ മന്ത്രി ബെൻ ഗവീർ പലസ്തീൻ ഏകോപന നടപടികൾ തുടരുകയാണ്. 1000-ലേറെ ഇസ്രായേലികൾക്കൊപ്പം മന്ത്രി ഇന്നലെ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയിൽ കടന്നുകയറി. മസ്ജിദ് സമുച്ചയത്തിൽ നിയന്ത്രണവും അധികാരവും ഘടിപ്പിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവന അപകടകരമാണെന്നുള്ള സൗദി അറേബ്യയും ജോർദാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും അവിടെ ഗാസയിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇസ്രായേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേൽ ഈ ഒരു വിഷയത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേൽ ആ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ബന്ദിയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ്. എല്ലും തോലുമായി ഏത് നിമിഷവും മരിക്കാം, അതിനുവേണ്ടി ശവക്കുഴി തോണ്ടുന്ന ഒരു ബന്ദിയുടെ വീഡിയോയാണ് ഇപ്പോൾ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുന്നത്.